കാര്യസാധൂകരണങ്ങൾക്ക് വേണ്ടിയോ പ്രയാസങ്ങൾ നീങ്ങിക്കിട്ടാൻ വേണ്ടി അങ്ങനെയുള്ള പല ആവശ്യങ്ങൾക്കും അല്ലാതെയുമൊക്കെ നേർച്ചയാക്കാറുണ്ട് പലരും. അതില് സാമ്പത്തികമായി ഉള്ള നേർച്ചയുണ്ട്, ഇബാദത്തുപരമായ നേർച്ചകൾ. അഥവാ ഞാൻ അള്ളാഹുവിന് വേണ്ടി ഇന്ന് നോമ്പ് നോൽക്കാൻ, അല്ലെങ്കിൽ 2 നോമ്പ് നോൽക്കാൻ, അല്ലെങ്കിൽ 3 നോമ്പ് നോൽക്കാൻ നേർച്ചയാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നേർച്ചയായി വരുന്ന നോമ്പ്, അങ്ങനെ നേർച്ച കൊണ്ടോ പ്രാചിത്വമെന്നുള്ള നിലയിലോ ഒക്കെ നിർബന്ധമായി വരുന്ന ഫർളായ നോമ്പുകൾ. അപ്പൊ റമളാൻ നോമ്പ് മാത്രമല്ല, ഫർളായി വാജിബായി വരുന്ന ഇത്തരം നോമ്പുകൾക്കൊക്കെ നിബന്ധനയാണ് തബീത്തുൻ. അതിന്റെ നിയ്യത്ത് രാത്രിയാവണം എന്നുള്ളത് നിർബന്ധമാണ്. ഇഖാഉൻ നിയ്യത്തി ലൈലൻ എന്നാണ് തബീത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രാത്രിയിൽ എന്ന് പറഞ്ഞാൽ ഫീമാ ബൈന ഖുറൂബി ശംസി വ തുലൂഇൽ ഫജ്രി, സൂര്യാസ്തമനത്തിന്റെയും ഫജ്റിന്റെയും സുബഹിയുടെയും ഇടയിലായിട്ട് നിയ്യത്ത് വെക്കൽ നിർബന്ധമാണ്. അത് കുട്ടി നോക്കുന്ന മുമയ്യിദായ തമ്മീസായ കുട്ടി മുതൽക്ക് കുട്ടികളുടെ നോമ്പാണെങ്കിലും അതിലും ഈ രാത്രി തന്നെ നിയ്യത്ത് വേണം. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നോമ്പ് നിർബന്ധമില്ലെങ്കിലും രൂപത്തിൽ അത് ഫർളായ നോമ്പ് ആയതുകൊണ്ട് അതിനും രാത്രി തന്നെ നിയ്യത്ത് വേണം എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നത്. അപ്പൊ അങ്ങനെ രാത്രിയിൽ ഫർള് നോമ്പിന് നിയ്യത്ത് വെക്കണം. ആ നിയ്യത്ത് ഒരാൾ സംശയിച്ചു, ഞാൻ നിയ്യത്ത് വെച്ചത് ഫജറിന്റെ മുമ്പാണോ അതല്ല ശേഷമാണോ എന്ന് സംശയം വന്നു കഴിഞ്ഞാൽ ലം തസിഹ, ആ നിയ്യത്ത് സഹിയാകുന്നതല്ല എന്നാണ്. എന്റെ നിയ്യത്ത് ഫജറിന്റെ മുമ്പാണോ ഉണ്ടായത് ശേഷമാണോ ഉണ്ടായത് എന്ന സംശയം വന്നാൽ ആ നിയ്യത്ത് സഹിയാവുകയില്ല. അപ്പൊ അവിടെ നിന്ന് അങ്ങോട്ട് അവന് ഇൻസാക്ക് നിർബന്ധമാകും, ആ നോമ്പ് ഖളാ വീട്ടൽ നിർബന്ധമാകുന്നതും ആണ്. അതേ സമയത്ത് ഒരാൾക്ക് നിയ്യത്ത് വെച്ചിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാണ്, പിന്നീട് അവന് സംശയം ഫജ്ർ വെളിവായിട്ടുണ്ടോ പ്രഭാതമായിട്ടുണ്ടോ ഇല്ലേ, ആ സംശയത്തിന് പ്രസക്തിയില്ല. അങ്ങനെ നിയ്യത്ത് വെച്ചിട്ടുണ്ട് എന്ന് ഉറപ്പായാൽ പിന്നീട് അത് പ്രഭാതം ആയിട്ടുണ്ടോ ഇല്ലേ എന്നുള്ള സംശയത്തിന് പ്രസക്തിയില്ല എന്നും ബഹുമാനപ്പെട്ട മാലൂനവ അവൻ നിയ്യത്ത് കരുതി സുമ്മ ശക്ക ഹൽ തലാൽ ഫജ്റു ഔല, അപ്പൊ അതിന്റെ യഥാർത്ഥ്യം ഫജ്ർ വെളിവായിട്ടില്ല, അതിന്റെ മുന്നേ തന്നെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അത് യഥാർത്ഥ്യം എന്നുള്ളത് കൊണ്ട് ആ സംശയത്തിന് പ്രസക്തിയില്ല. നിയ്യത്തിനെ സംബന്ധിച്ചിടത്തോളം തന്നെ ഫജ്റിന്റെയും അസ്തമനത്തിന്റെയും ഇടയിലാണെന്ന് പറയുമ്പോൾ അതിനിടയിൽ നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് നിയ്യത്ത് മുറിയുന്നതല്ല. ഭക്ഷണം കഴിക്കാം, സംയോഗം ചെയ്യാം, വെള്ളം കുടിക്കാം, ഇതിലൊന്നും ഫജ്റിന്റെ മുന്നെയായി മഗ്രിബിന്റെ ശേഷം തന്നെ ഒരാൾ നിയ്യത്ത് വെച്ചു, ഫജ്റിന്റെ മുന്നേ ഇത്തരം വിഷയങ്ങളൊന്നും ചെയ്യുന്നതിന് വിരോധമില്ല. ഫജ്ർ മുതൽക്കാണ് നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്നുള്ളത്. അതേ സമയത്ത് ഫജ്റിന്റെ മുന്നേ ഈ നിയ്യത്ത് മുറിക്കുന്നു എന്ന് കരുതിയാൽ ആ നിയ്യത്ത് രണ്ടാമത് മടക്കേണ്ടി വരും. നോമ്പിന്റെ പകലിൽ ഒരാൾ നിയ്യത്ത് ആവർത്തിക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ഞാൻ നോമ്പ് നിയ്യത്ത് മുറിക്കുകയാണ് എന്ന് കരുതിയത് കൊണ്ടോ നോമ്പ് മുറിയുന്നതല്ല. നിസ്കാരത്തിൽ അങ്ങനെയല്ല. നിസ്കാരത്തിലായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നിസ്കാരം മുറിക്കുകയാണ് അല്ലെങ്കിൽ നിയ്യത്തിനെതിരായിട്ട് വല്ലതും കരുതിയാൽ അവന്റെ ആ നിയ്യത്ത് ബാത്തിലായി പോകും. നോമ്പിനെ സംബന്ധിച്ചിടത്തോളം പകൽ സമയത്ത് നോമ്പിൽ വ്രതത്തിലായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ നിയ്യത്ത് മുറിക്കുകയാണ് എന്ന് പറഞ്ഞതുകൊണ്ടോ അങ്ങനെ കരുതുന്നത് കൊണ്ടോ ഒന്നും നോമ്പ് മുറിയുന്നതല്ല. നോമ്പ് മുറിയുന്ന കാരണങ്ങൾ ശറഅ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അത്തരം കാരണങ്ങളെ കൊണ്ട്, അതല്ലാതെ നിയ്യത്ത് ആവർത്തിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ ഞാൻ നോമ്പ് മുറിക്കുകയാണെന്ന് സ്വയം കരുതിയത് കൊണ്ടോ ഒന്നും പകലിൽ എന്ന് പറഞ്ഞാൽ ഫജ്റിന് ശേഷം അസ്തമനത്തിന്റെ ഉള്ളിൽ വ്രതസമയമാകുന്ന പകൽ സമയത്ത് അങ്ങനെ കരുതിയത് കൊണ്ട് നിയ്യത്തിന് ഒരു പ്രശ്നവും വരുന്നതല്ല. ഇനി ഒരാള് നിയ്യത്തില് പകൽ സമയത്ത് സംശയിച്ചാൽ നിയ്യത്ത് വെച്ചിട്ടുണ്ടോ ഇല്ലേ എന്ന് നോമ്പ് തുറക്കുന്നതിന്റെ മുന്നേ, അസ്തമനത്തിന്റെ മുന്നേ അവന് സംശയം, ഞാൻ നിയ്യത്ത് വെച്ചിട്ടുണ്ടോ ഇല്ലേ, അങ്ങനെ അവന് വെച്ചിട്ടുണ്ട് എന്ന് ഓർമ്മ വന്നാൽ ആ നോമ്പിന് യാതൊരു തകരാറുമില്ല, ഖളാ വീട്ടേണ്ടതില്ല. ഓർമ്മ തീരെ വന്നില്ല, നിയ്യത്ത് വെച്ചണോ ഇല്ല എന്ന് സംശയം വന്നു, വെച്ചിട്ടുണ്ട് എന്ന ഓർമ്മ പിന്നീട് വന്നിട്ടില്ല എങ്കിൽ ആ നോമ്പ് ഖളാ വീട്ടേണ്ടി വരും. ആ ഓർമ്മ വരുന്നത് അസ്തമനത്തിന് ശേഷമാണെങ്കിലും ശരി അല്ലെങ്കിൽ പിറ്റേന്നാണെങ്കിലും ശരി, ഈ നോമ്പ് ഖളാ വീട്ടുന്നതിന്റെ മുന്നേ ആയിട്ട്
അതിന് അവസരം ലഭിക്കുന്നതിന്റെ മുന്നേ ആയിട്ട് അവന് ഓർമ്മ വന്നു, ഞാൻ ആ ദിവസത്തെ നിയ്യത്ത് വെച്ചിട്ടുണ്ട് എങ്കിൽ ആ നോമ്പ് മടക്കേണ്ടതില്ല. ഇനി അസ്തമന ശേഷമാണ് ഒരാൾക്ക് ആ ദിവസത്തെ നോമ്പിന് നിയ്യത്ത് വെച്ചിട്ടുണ്ടോ ഇല്ലേ എന്ന സംശയം വന്നത് എങ്കിൽ ആ സംശയത്തിന് പ്രസക്തിയില്ല. അതുകൊണ്ട് നോമ്പിന് യാതൊരു തകരാറും വരുന്നതല്ല. പ്രത്യേകം ശ്രദ്ധിക്കണം, നിയ്യത്തുമായി ബന്ധപ്പെട്ട സംശയത്തിന്റെ കാര്യം പറഞ്ഞത്, നിയ്യത്ത് പ്രഭാതമായതിനു ശേഷം അസ്തമനത്തിന്റെ ഉള്ളിലായിട്ട് ഒരാൾ ഞാൻ ഈ ദിവസത്തെ നോമ്പിന് നിയ്യത്ത് വെച്ചിട്ടുണ്ടോ എന്ന് സംശയിച്ചാൽ അത് എപ്പോഴാണോ ഓർമ്മ വന്നത്, ഖളാ വീട്ടുന്നതിന്റെ മുന്നേ ഓർമ്മ വന്നാൽ, അസ്തമനത്തിന്റെ മുന്നേ തന്നെ ഓർമ്മ വരണം എന്നില്ല, ശേഷം ഓർമ്മ വന്നാലും മതി. ഖളാ വീട്ടാൻ സൗകര്യപ്പെടുന്നതിന്റെ മുന്നേ ആയിട്ടത് ഓർമ്മ വന്ന് എങ്കിൽ ആ നോമ്പ് ഖളാ വീട്ടേണ്ടതില്ല. ഓർമ്മ വന്നിട്ടില്ല എങ്കിൽ ഖളാ വീട്ടേണ്ടി വരും. ഇനി അസ്തമനത്തിന് ശേഷമാണ് ഒരാൾക്ക് ഞാൻ ഈ ദിവസത്തെ നോമ്പിന് നിയ്യത്ത് വെച്ചിരുന്നോ എന്ന് സംശയം വന്നത് എങ്കിൽ ആ സംശയം കൊണ്ട് നോമ്പിന് യാതൊരു തകരാറും വരുന്നതല്ല, ആ സംശയത്തെ കണക്കിലെടുക്കേണ്ടതില്ല എന്ന് ബഹുമാനപ്പെട്ട കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം. അതേസമയത്ത് നിസ്കാരം അങ്ങനെയല്ല. നിസ്കാരത്തില് സലാം വീട്ടുന്നതിന്റെ ഉള്ളിലായിട്ട് സംശയിച്ച് ഉടനെ തന്നെ ഓർമ്മ വരികയാണെങ്കിൽ വിഷയമില്ല. സംശയിച്ചു പോയാൽ നിയ്യത്തുമായി ബന്ധപ്പെട്ട് സമയം ദീർഘമാവുകയും ചെയ്താൽ ആ നിസ്കാരം അവൻ ബാത്തിലാണ്, തലക്കെന്ന് തുടങ്ങേണ്ടി വരും. അതുപോലെ നിസ്കാരം കഴിഞ്ഞതിന് ശേഷവും നിയ്യത്തിൽ സംശയിച്ചിട്ടുണ്ടെങ്കിൽ, ഉറപ്പു വന്നില്ലെങ്കിൽ ആ നിസ്കാരം ഖളാ വീട്ടേണ്ടി വരും. നോമ്പ് അങ്ങനെയല്ല. നോമ്പ് തുറന്നു കഴിഞ്ഞ് അസ്തമനം കഴിഞ്ഞ് പിന്നീട് നിയ്യത്തിൽ സംശയിച്ചാൽ നോമ്പിന് തകരാറ് വരില്ല. നിസ്കാരം കഴിഞ്ഞതിന് ശേഷവും നിയ്യത്തിൽ സംശയം വന്നിട്ടുണ്ട് എങ്കിൽ, അത് പിന്നീട് ക്ലിയർ ആയിട്ടില്ല എങ്കിൽ, അത് വെച്ചിട്ടുണ്ട് എന്ന് ഉറപ്പില്ലെങ്കിൽ ആ നിസ്കാരം മടക്കേണ്ടി വരുന്നതാണ്. ഇങ്ങനെ നിസ്കാരത്തിന്റെയും നോമ്പിന്റെയും ഇടയിൽ ഒരു വ്യത്യാസം ബഹുമാനപ്പെട്ട ഇമാമുമാർ നിയ്യത്തിന്റെ വിഷയത്തിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നിയ്യത്തിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, അതാത് ദിവസത്തെ നിയ്യത്ത് അതാത് ദിവസം വെക്കണം എന്ന് നമ്മൾ ഇന്നലെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അവിടെ ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു, അതുപോലെ ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള മഹാന്മാർ രേഖപ്പെടുത്തി വെച്ചത് കാണാം. ലികുല്ലി യൗമിൻ ഫലൗ നവാ അവ്വല ലൈലത്തി റമളാന സൗമ ജമീഇഹി. സാധാരണ പലരും സംശയം ചോദിക്കാറുണ്ട്, റമളാനിന്റെ ആദ്യ രാവിൽ 30 ദിവസത്തെ അല്ലെങ്കിൽ മുഴുവൻ റമളാനിന്റെ മുഴുവൻ നോമ്പിനും ഒരാൾ നിയ്യത്ത് ചെയ്താൽ ലം യക്ഫി, ശാഫിഈ മദ്ഹബ് പ്രകാരം അത് മതിയാവുന്നതല്ല. ലിഗൈരിൽ യൗമിൽ അവ്വലി, ആദ്യ ദിവസത്തിന് മാത്രമേ അത് മതിയാവുള്ളൂ. അതാത് ദിവസത്തിന് അതാത് രാത്രി വെക്കണം എന്നുള്ളതനുസരിച്ച്. അതേ സമയത്ത് റമളാനിന്റെ ആദ്യ രാവിൽ അങ്ങനെ ഒരു നിയ്യത്ത് മുഴുവനത്തിനും കൂടി ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ മദ്ഹബിൽ മുഴുവൻ ദിവസത്തിനും ആദ്യത്തെ രാവിലെ തന്നെ നിയ്യത്ത് വെച്ചാൽ മതി എന്ന അഭിപ്രായമുള്ളത് കൊണ്ട് അതിനെ അനുകരിച്ചുകൊണ്ട് തഖ്ലീദ് ചെയ്തുകൊണ്ട് ഒരാൾ റമളാനിന്റെ ആദ്യ രാത്രി അങ്ങനെ നിയ്യത്ത് ചെയ്യുന്നത് നന്നായിരിക്കും. പിന്നീട് സാധാരണയിൽ അവനവൻ ചെയ്യുന്നത് പോലെ അതാത് ദിവസത്തെ നിയ്യത്ത് വെക്കുക. അഥവാ ഇടയിൽ ഒരു ദിവസം രാത്രി നിയ്യത്ത് വെക്കാൻ മറന്നുപോയാൽ, നേരത്തെ ഇവൻ മാലിക്കി മദ്ഹബ് അനുസരിച്ച് മുഴുവൻ ദിവസത്തിന് നിയ്യത്ത് വെച്ച ആളാണ് എങ്കിൽ ആ നോമ്പ്, ഇന്നത്തെ നോമ്പ് ഞാൻ അതനുസരിച്ചാണ് ചെയ്യുന്നത് എന്ന ഒരു അനുകരണത്തിന്റെ, ഒരു തഖ്ലീദിന്റെ ഒരു ശുഊർ, ഒരു ബോധം മനസ്സിലുണ്ടെങ്കിൽ ആ ദിവസത്തെ നോമ്പ് അതനുസരിച്ച് സഹിയാകുന്നതാണ് എന്ന് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹുവിനെ പോലെ ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള മഹാന്മാർ പറഞ്ഞിരിക്കുന്നു. അതലാകിൻ യംബഗി ദാലിക ലിയഹ്സുല ലഹു സൗമുൽ യൗമില്ലദി നസിയൻ നിയ്യത ഫീഹി ഇൻദ മാലികിൻ എന്ന് ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ഫത്ഹുൽ മുഈനിൽ പറഞ്ഞു കാണാം. പക്ഷെ അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, മാലിക്കി മദ്ഹബ് പ്രകാരം മറന്ന് ഭക്ഷണം കഴിച്ചാലും നോമ്പ് മുറിയുമെന്നാണ്. ശാഫിഈ മദ്ഹബ് പ്രകാരം മറന്നുകൊണ്ട് ഒരാൾ ഭക്ഷണം കഴിച്ചാൽ നോമ്പ് മുറിയില്ല. അതേ സമയത്ത് നിയ്യത്ത് മറന്ന് ആ ദിവസം മാലിക്കി മദ്ഹബ് അനുസരിച്ചുള്ള ആ മുഴുവൻ ദിവസത്തിന്റെയും നിയ്യത്ത് മുമ്പ് വെച്ച ആളാണെങ്കിൽ അതനുസരിച്ച് നോമ്പ് പിടിക്കുകയാണെങ്കിൽ, അഥവാ മറന്ന് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നോമ്പ് മുറിയും.
മതി വന്നാൽ നോമ്പ് മുറിയും. അതുപോലെ കണ്ണില് മരുന്ന്, അതുപോലെ സുർമ പോലുള്ളത് ഇട്ടാൽ മാലിക്കി മദ്ഹബ് പ്രകാരം നോമ്പ് മുറിയുമെന്നാണ്. ഷാഫി മദ്ഹബ് പ്രകാരം നോമ്പ് മുറിയില്ല. അതുപോലെ ഇന്ദ്രിയം തൊടാൻ പാടില്ലാത്ത, സ്പർശനം പാടില്ലാത്ത ആളുകളെ സ്പർശിച്ച് മറയില്ലാതെ സ്പർശന മുഖേന ഇന്ദ്രിയം പുറപ്പെട്ടാൽ നോമ്പ് മുറിയും. സ്പർശനമില്ലാതെ വെറും നോട്ടം കൊണ്ടോ മറ്റോ ഇന്ദ്രിയം പുറപ്പെട്ടാൽ നോമ്പ് മുറിയില്ല എന്നാണ് ഷാഫി മദ്ഹബ് പ്രകാരം. അതേ സമയത്ത് മാലിക്കി മദ്ഹബ് പ്രകാരം നോക്കിക്കൊണ്ട് സ്പർശനമില്ലാതെ തന്നെ വെറും നോട്ടം കൊണ്ട് ഇവന് വികാര മൂർച്ച വന്ന് ഇന്ദ്രിയം പുറപ്പെട്ടാലും നോമ്പ് മുറിയും എന്നൊക്കെ ഇങ്ങനെ ധാരാളം വിഷയങ്ങൾ അങ്ങനെ മദ്ഹബുമായി ബന്ധപ്പെട്ട് മാറി അമല് ചെയ്യുമ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ് എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു. പിന്നെ നിയ്യത്തുമായി ബന്ധപ്പെട്ട് പറയാനുള്ള മറ്റൊരു സംഗതിയാണ് വതഅയീനുൻ. ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു തന്റെ ഖുർറത്തുൽ ലൈനിൽ പറയുന്നത് വതഅയീനുൻ ലിമൻവിയിൻ ഫിൽ ഫർളി, ഫർളായ നോമ്പാണെങ്കിൽ അതിലെ രണ്ടാമത്തെ നിയ്യത്തിന്റെ രണ്ടാമത്തെ നിബന്ധനയാണ് ആ നോക്കുന്ന നോമ്പ്, കരുതപ്പെടുന്ന നോമ്പിനെ നിജപ്പെടുത്തണം, നിർണിതമാക്കണം. എന്ന് പറഞ്ഞാൽ അത് റമളാൻ എന്ന ഫർളാണോ, അത് നേർച്ച കൊണ്ട് ഫർളായതാണോ, കഫാറത്ത് എന്നുള്ള നിലക്ക് ഫർളായതാണോ, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഇമാമ് ഓർഡർ ഇട്ടതിന്റെ പേരിൽ നിർബന്ധമായ ഇസ്തിസ്ഖായിന്റെ നോമ്പാണോ, ഇങ്ങനെ വാജിബായ നോമ്പാണ് എങ്കിൽ നിയ്യത്ത് രാത്രി വെക്കലോടുകൂടെ ആ നിയ്യത്തിനെ നിർണിതപ്പെടുത്തുകയും വേണം. ഇന്ന നോമ്പ് റമദാനിന്റെ നോമ്പ്, അല്ലെങ്കിൽ കഫാറത്ത് എന്നുള്ള നിലക്കുള്ള നോമ്പ്, അല്ലെങ്കിൽ നേർച്ചയാക്കിയ നോമ്പ് എന്നുള്ള നിലയിൽ അതിനെ നിർണിതപ്പെടുത്തൽ നിർബന്ധമാണ്. അതിന്റെ സബബിനെ ബയാൻ ചെയ്യണമെന്നില്ല, വിശദീകരിക്കണമെന്നില്ല. കഫാറത്ത് എന്ന് പറഞ്ഞാൽ ഇന്നതിന്റെ പേരിലുള്ള പ്രായച്ചിത്തത്തിന്റെ നോമ്പ് എന്ന് പറയേണ്ടതില്ല, അല്ലെങ്കിൽ ഇന്ന കാരണത്തിന് വേണ്ടി നേർച്ചയാക്കിയത് എന്ന് പറയേണ്ടതില്ല. അപ്പൊ കഫാറത്തിന്റെ കാരണം പറഞ്ഞിട്ടില്ലെങ്കിലും നിജപ്പെടുത്തണം. റമളാനാണെങ്കിൽ റമളാൻ, കഫാറത്താണെങ്കിൽ അത്, നേർച്ചയാണെങ്കിൽ അത്, ഇങ്ങനെ നിർബന്ധമായ നോമ്പ് ഏതു ഭാഗത്തിലൂടെയാണ് എന്നുള്ളത് നിജപ്പെടുത്തേണ്ടതാണ്. കാരണങ്ങൾ പറയേണ്ടതില്ല. അതുപോലെ മൻ അലൈഹി ഖളാഉ റമളാനൈനി, ഒരാൾക്ക് 2 റമളാൻ മാസത്തെ നോമ്പ് ഖളാ ഉണ്ട്, അങ്ങനെ ഓൻ ഖളാ വീട്ടുകയാണ്. അല്ലെങ്കിൽ ഓന് വ്യത്യസ്ത മേഖലയിലൂടെ നേർച്ചയാക്കിയ നോമ്പുകളുണ്ട്, കാര്യസാധൂകരണത്തിനോ അല്ലെങ്കിൽ രോഗം, അങ്ങനെ പല വിഷയങ്ങളിലേക്കായി നേർച്ചയാക്കിയ നോമ്പുണ്ട്. അല്ലെങ്കിൽ കഫാറത്തിൻ മിൻ ജിഹാത്തിൻ മുഖ്തലിഫ, വിവിധ വിഷയങ്ങളിലൂടെ വന്നുപോയ കഫാറത്തുകളുണ്ട്. ഹജ്ജില് ചെയ്യാൻ പാടില്ലാത്തതോ അല്ലെങ്കിൽ നിർബന്ധമായത് ഒഴിവാക്കിയതിന്റെ പേരിലൊക്കെ കഫാറത്ത് രൂപത്തിൽ വരുന്നതുണ്ട്. റമളാനിന്റെ പകലിൽ ജിമായി ചെയ്താൽ വരുന്ന കഫാറത്തുണ്ട്. ഇങ്ങനെ വിവിധ രൂപത്തിലൂടെ പ്രായശ്ചിത്തം എന്ന നിലക്ക് നിർബന്ധമായ നോമ്പുകൾ ഉണ്ട് എങ്കിൽ അവിടെയും അവന് ഇന്ന റമളാനിന്റെ ഖളായ നോമ്പ്, അല്ലെങ്കിൽ ഇന്ന നിലക്ക് നേർച്ചയാക്കിയ നോമ്പ്, അല്ലെങ്കിൽ ഇന്ന ഭാഗത്തിലൂടെ കഫാറത്ത് പ്രായശ്ചിത്തമായ നോമ്പ്, ഇങ്ങനെ വേർതിരിച്ചു പറയേണ്ടതില്ല. അപ്പൊ 2, 3, 4 റമളാൻ മാസത്തെ നോമ്പ് ഖളാ ഉള്ളവർ ആ നോമ്പ് ഖളാ വീട്ടുമ്പം ഇന്ന വർഷത്തെ റമളാനിൽ ഖളായ നോമ്പ് എന്ന് പറയേണ്ടതില്ല. റമളാനിൽ ഖളായ നോമ്പ് അല്ലെങ്കിൽ റമളാനിന്റെ നോമ്പ് ഞാൻ ഖളാ വീട്ടുന്നു എന്നുള്ള രൂപത്തിലുള്ള ഒരു നിർണിതമാക്കൽ മതി. അല്ലാതെ ഇന്ന വർഷത്തേത് എന്നോ, ഇന്ന ഭാഗത്തിലൂടെ നിർബന്ധമായ നേർച്ചയുടെ നോമ്പ് എന്നോ, ഇന്ന ഭാഗത്തിലൂടെ കഫാറത്ത് നിർബന്ധമായ കഫാറത്തിന്റെ നോമ്പ് എന്ന് നിർണിതമായി പറയേണ്ടതില്ല എന്ന് ബഹുമാനപ്പെട്ട ഇമാമുമാർ പറയുന്നു. അപ്പൊ ഫർളായ നോമ്പിലാണ് ഇങ്ങനെ നിർണയിക്കണം എന്ന് പറഞ്ഞത്. അതേ സമയത്ത് സുന്നത്തായ നോമ്പാണ് എങ്കിൽ അതിങ്ങനെ നിർണയിച്ചു പറയേണ്ട ആവശ്യം വരുന്നില്ല. ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ പറയുന്നു, തസിഹുൻ നഫിലു, സുന്നത്ത് നോമ്പ് അതിന്റെ നിയ്യത്ത് സഹിയാകും. വലൗ മുഅക്കത്തൻ, അത് സമയം നിശ്ചയിക്കപ്പെട്ട, ഇപ്പൊ മുഹറം 9ന്റെ നോമ്പ് അല്ലെങ്കിൽ മുഹറം 10ന്റെ നോമ്പ്, ഇങ്ങനെ സമയനിർണിതമായ നോമ്പുകളാണെങ്കിൽ തന്നെയും അതിന് പ്രത്യേകം നിജപ്പെടുത്തി പറയേണ്ട ആവശ്യമില്ല നിയ്യത്തില് എന്ന് പറയുന്നു. അതുപോലെ തന്നെ നിയ്യത്ത് രാത്രിയിലാവണം എന്ന നിബന്ധനയും ഈ സുന്നത്ത് നോമ്പുകളെ സംബന്ധിച്ചിടത്തോളം വാജിബില്ല, നിബന്ധനയില്ല. അത് ഖബല സവാൽ, ഉച്ചയുടെ മുമ്പ് ഉണ്ടായാലും മതിയാകുന്നതാണ്. പക്ഷെ പ്രഭാതം മുതൽക്ക് നോമ്പ് മുറിയുന്ന കാര്യങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല എന്ന ഒരു നിബന്ധനയുണ്ട്.
അതേ സമയത്ത് സുന്നത്ത് നോമ്പുകൾക്ക് നിയ്യത്ത് അത് രാത്രിയിൽ തന്നെ ആവണം എന്നോ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ തഗയീൻ നിർണിതമാക്കണം എന്ന നിബന്ധനയും സുന്നത്ത് നോമ്പുകൾക്കില്ല. അത് സമയം നിശ്ചയിക്കപ്പെട്ട സുന്നത്ത് നോമ്പുകളാണെങ്കിലും ശരി. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പത്നി ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ദഖല അലയ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദാത യൗമിൻ, ഒരു ദിവസം പകൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്റെ അടുക്കൽ വന്നു. ഫഖാല ഹൽ ഇൻദകും ശൈഉൻ, ഭക്ഷണം വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു. ഖുൽതു ലാ, ഇപ്പോ ഒന്നുമില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫഇന്നി ഇദൻ അസൂം, എന്നാൽ ഞാൻ ഇന്ന് നോമ്പുകാരനാവുകയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പകലിൽ സുന്നത്ത് നോമ്പ് നിയ്യത്ത് വെച്ചതായി ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞ മുസ്ലിം റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. അപ്പൊ അതടിസ്ഥാനത്തിൽ സുന്നത്ത് നോമ്പുകൾക്ക് പകലിൽ നിയ്യത്ത് വെക്കാം, രാത്രി തന്നെ വേണമെന്നില്ല. സവാൽ ഖബല സവാലിന്റെ സൂര്യമധ്യത്തിൽ നിന്ന് തെറ്റുന്നതിന്റെ മുന്നേ ആയിട്ടാവണം നിയ്യത്ത് വെക്കേണ്ടത് എന്ന ഒരു നിബന്ധനയും സുബഹി മുതൽക്ക് നോമ്പ് മുറിയുന്ന കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുകയും അത് വന്നു പോവാതിരിക്കുകയും വേണം എന്ന രണ്ടാമതൊരു നിബന്ധനയും അതിനുണ്ട്. അതുപോലെ തന്നെ നിർണിതപ്പെടുത്തണം ഫർള് നോമ്പില് ഇന്ന നോമ്പ് എന്ന് പറയണം എന്ന നിബന്ധനയും സുന്നത്ത് നോമ്പിലില്ല. അത് സമയം നിശ്ചയിക്കപ്പെട്ട നോമ്പാണെങ്കിലും ശരി. കാരണം സുന്നത്ത് നോമ്പിനെ സംബന്ധിച്ചിടത്തോളം ആ ദിവസങ്ങളിൽ ഒരു നോമ്പ് വേണം എന്നേ ഉള്ളൂ. അത് ബിദ്അത്ത് മഖ്സൂദല്ല. സ്വയം ഇന്ന പേരിൽ ഒരു നോമ്പ് അന്ന് വേണം. ഇപ്പൊ തിങ്കളാഴ്ച അന്നൊരു നോമ്പ് വേണം എന്നേ ഉള്ളൂ. മുഹറം 9 ഒരു നോമ്പ് വേണം എന്നേ ഉള്ളൂ എന്നല്ലാതെ ളുഹറിന്റെ മുമ്പുള്ള 2 റക്അത്ത്, ളുഹറിന്റെ ശേഷമുള്ള 2 റക്അത്ത് എന്ന് പറയുന്നത് പോലെ ബിദ്അത്ത് മഖ്സൂദ് അടിസ്ഥാനപരമായിട്ട് അപ്പേരിൽ തന്നെ ഒരു നിസ്കാരം അവിടെ വേണം എന്നുള്ളത് കൊണ്ട് അവിടെ ളുഹറിന്റെ മുമ്പാണെങ്കിൽ മുമ്പുള്ള 2 റക്അത്ത് എന്ന് തന്നെ കരുതുക. അതേസമയത്ത് തിങ്കളാഴ്ചയിലുള്ള നോമ്പ്, വ്യാഴാഴ്ച സുന്നത്തുള്ള നോമ്പ്, മുഹറം 9 നോമ്പ്, അത് മുഹറം 9 പകലിലുള്ള നോമ്പ് ഞാൻ നോൽക്കുന്നു എന്ന് തന്നെ നിജപ്പെടുത്തി കരുതേണ്ടതില്ല. ഞാൻ സുന്നത്ത് നോമ്പ് നോൽക്കുന്നു എന്ന് കരുതിയാൽ തന്നെ മതി. കാരണം അവിടെ അന്ന് ഒരു ദിവസത്തില് നോമ്പ് നോൽക്കണം എന്നേ ഉള്ളൂ എന്ന് ബഹുമാനപ്പെട്ട ഒരു നോമ്പുണ്ടാവണം. അത് ഫർള് നോമ്പ് ഖളാ വീട്ടുന്ന ഒരു നോമ്പായാലും മതി, അല്ലെങ്കിൽ ഏതെങ്കിലും നിലയിൽ അന്നൊരു നോമ്പ് വേണമെന്നല്ലാതെ തഹിയ്യത്ത് നിസ്കാരം പോലെയാണ് സുന്നത്ത് നോമ്പുകൾ എന്നാണ് ഇമാമുമാർ പറയുന്നത്. തഹിയ്യത്ത് നിസ്കാരത്തിന്റെ രൂപം അത് പള്ളിയിൽ കടക്കുമ്പോൾ ഒരു നിസ്കാരം വേണമെന്നുള്ളൂ. അത് ഫർള് നിസ്കാരമായാലും മതി, ളുഹാ നിസ്കാരമായാലും മതി, അല്ലെങ്കിൽ തഹജ്ജുദ് നിസ്കാരമായാലും മതി. ഇങ്ങനെ വേറെ ഏതെങ്കിലും ഒരു നിസ്കാരം ഉണ്ടായാലും മതി. തഹിയ്യത്ത് എന്ന പേരിൽ തന്നെ വേണം എന്നില്ല എന്നതുപോലെയാണ് സുന്നത്ത് നോമ്പുകൾ. അത് സമയം നിശ്ചയിക്കപ്പെട്ട മുഹറം 9 10 അതുപോലെ തന്നെ ദിവസങ്ങൾ നിശ്ചയിക്കപ്പെട്ട തിങ്കളാഴ്ച വ്യാഴാഴ്ച പോലുള്ള അത്തരം നോമ്പുകളാണെങ്കിലും ഇന്ന നോമ്പ് എന്ന് പറയൽ അവിടെ നിർബന്ധമില്ല എന്നാണ് ബഹുമാനപ്പെട്ട ഇമാമുമാർ പറയുന്നത്. എന്ന് മാത്രമല്ല, ഒരാൾക്ക് നോമ്പ് ഖളാ ഉണ്ടെങ്കിൽ തിങ്കളാഴ്ച അത് ഖളാ വീട്ടുകയാണെങ്കിൽ അവന് തിങ്കളാഴ്ച നോമ്പ് നോറ്റ കൂലിയും അതുപോലെ ആ ഖളായ നോമ്പിന്റെ പ്രതിഫലവും രണ്ടും ഒന്നിച്ചു ലഭിക്കുമെന്നാണ്. അത് രണ്ടും കൂടി കരുതണോ? ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു പറയുന്നത് അന്ന് തിങ്കളാഴ്ചയും കൂടി ആണെന്ന നിലക്ക് അതും കൂടി ആ ഖളാ വീട്ടുന്ന നോമ്പോടൊപ്പം കരുതിയാൽ രണ്ടും കിട്ടി. കരുതിയിട്ടില്ല എങ്കിൽ അന്നത്തെ നോമ്പിന്റെ ഒരു തൊലബ് അവനെ സംബന്ധിച്ചിടത്തോളം ഇല്ലാതെയാവുന്നതാണ്. മുഹമ്മദ് റംലി റളിയല്ലാഹു അൻഹു പറയുന്നു, കരുതണമെന്നില്ല, അന്നൊരു ഖളാ വീട്ടുന്ന ഒരു നോമ്പുണ്ടായാൽ തിങ്കളാഴ്ചയുടെ നോമ്പിന്റെ പ്രതിഫലവും ലഭിക്കുന്നതാണ്. അപ്പൊ ഖളാ വീട്ടുന്ന നോമ്പുകൾ തിങ്കളാഴ്ചയോ വ്യാഴാഴ്ചയോ മുഹറം 9 മുഹറം 10 ഒക്കെ റമദാനിലോ അല്ലെങ്കിൽ നേർച്ചയുടെയോ അല്ലെങ്കിൽ കഫാറത്തിന്റെയോ നോമ്പ് വെളുക്കാന്ന് നോക്കുകയാണെങ്കിൽ അന്ന് മുഹറം 9 ആണല്ലോ എന്നുകൂടി കരുതിയാൽ, തിങ്കളാഴ്ചയാണല്ലോ ആ നോമ്പും കൂടി അതിന്റെ കൂടെ കരുതിയാൽ രണ്ടിന്റെയും പ്രതിഫലം ലഭിക്കുമെന്നുള്ള വിഷയത്തിൽ തർക്കമില്ല. പ്രബല അഭിപ്രായം അനുസരിച്ച് കരുതിയിട്ടില്ലെങ്കിലും ലഭിക്കുമെന്ന് ബഹുമാനപ്പെട്ട മുഹമ്മദ് റംലി റളിയല്ലാഹു അൻഹു, ഖതീബ് ശുർബീനി റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള മഹാന്മാരൊക്കെ ഓർമ്മപ്പെടുത്തിയത് കാണാം. അപ്പൊ ചുരുക്കത്തില് പറഞ്ഞു വരുന്നത്, സുന്നത്ത് നോമ്പ് ഫർള് നോമ്പാണെങ്കിൽ അത് രാത്രിയിൽ നിയ്യത്ത് ചെയ്യണം. അതുപോലെ തന്നെ അത് ഏത് രൂപത്തിൽ റമദാനിന്റെ ഫർളാണോ, അത് നേർച്ച കൊണ്ട് ഫർളായതാണോ, കഫാറത്ത് കൊണ്ടാണോ, ഇങ്ങനെ നിജപ്പെടുത്തി പറയേണ്ടതാണ്. സുന്നത്ത് നോമ്പാണെങ്കിൽ ആ 2 നിബന്ധനയുമില്ല. പകലിൽ സവാലിന്റെ സൂര്യൻ മധ്യത്തിൽ നിന്ന് തെറ്റിന്റെ മുന്നേ ആയിട്ട് നിയ്യത്തുണ്ടായാൽ മതി, നിർണിതപ്പെടുത്തണം എന്നുള്ളതും ഇല്ല.
അതുപോലെ നിയ്യത്തുമായി ബന്ധപ്പെട്ട് ധാരാളം ചർച്ചകൾ വേറെയും ഉണ്ട്. ഞാൻ ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട ചർച്ച സംശയ നിവാരണത്തിന് വേണ്ടി സമയം നീക്കിവെക്കുകയാണ്. പിന്നെ 2 മണി കൃത്യമായിട്ട് തന്നെ അവസാനിപ്പിക്കും. മദീനയിൽ പോകാൻ വേണ്ടിയുള്ള യാത്രയുടെ ഒരുക്കത്തിലാണ്. അതുകൊണ്ട് സംശയം ഉള്ള ആളുകൾ, ചോദിക്കാനുള്ളവര് പെട്ടെന്ന് മൈക്കെടുത്ത് സമയം കളയാതെ ചോദിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. അല്ലാഹു തആല നമ്മുടെ ഈ വൈജ്ഞാനിക ചർച്ച സ്വീകരിക്കുമാറാവട്ടെ. അവന്റെ താഅത്തിലും പൊരുത്തത്തിലുമായിട്ട് അല്ലാഹു നമ്മുടെ റമദാനിന്റെ ഈ സമയങ്ങളൊക്കെ സ്വീകരിക്കട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കേൾക്കാമോ? സൗണ്ട് ക്ലിയർ ആണോ? ഓക്കെ. എനിക്ക് നോമ്പുകാരൻ ഇടയ്ക്കിടയ്ക്ക് ചുണ്ട് നനയ്ക്കുന്നതിന്റെ വിധി എന്താണെന്ന്, അതുകൊണ്ട് നോമ്പ് മുറിയുമോ എന്നറിയാനായിരുന്നു. അതോടൊപ്പം നോമ്പല്ലാത്ത മറ്റൊരു മസ്അലയും കൂടി, അഖീഖത്തിന്റെ മസ്അല ഒന്ന് ചെറുതായിട്ട് വിശദീകരിച്ചാൽ നന്നായിരുന്നു. ഓക്കെ, മൈക്ക് റിലീസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉസ്താദ് കേട്ടില്ലേ ചോദ്യം? കൊട്ടുകര ഉസ്താദ് ചോദ്യം കേട്ടില്ലേ? ഉസ്താദ് മൈക്കിലേക്ക് വന്നില്ല. അദ്ദേഹം ചോദിച്ചിരുന്നത് ഒരു നോമ്പുകാരൻ ഇടയ്ക്കിടെ ചുണ്ട് നനക്കുന്നതിന്റെ വിധി എന്ത് എന്നായിരുന്നു. പിന്നെ ഹഖീഖത്തിന്റെ മസല കൂടി ഒന്ന് പറയണം എന്നും അറിയിച്ചിരുന്നു. ഉസ്താദ് കേൾക്കുന്നുണ്ടെങ്കിൽ ഒരു എസ് അടിച്ചാലും. ഉസ്താദ് DC ആയോ ഒന്നും അറിയില്ല, റിപ്ലൈ ഒന്നും കാണുന്നില്ല. കൊട്ടൂക്കര ഉസ്താദ് കേൾക്കുന്നുണ്ടെങ്കിൽ ഒരു എസ് അടിച്ചാലും, ഇല്ലെങ്കിൽ ഒന്ന് റൈസ് ഹാൻഡ് ചെയ്താലും. DC ആയിക്കാണല്ലേ? അപ്പൊ നമുക്കൊന്ന് ബൗൺസാം. ഓക്കെ, ഇൻഷാ അല്ലാഹ് ഉസ്താദ് ഉടൻ തിരിച്ചെത്തും. എല്ലാവരും കാത്തിരിക്കുക. ഉസ്താദ് ഇൻഷാ അല്ലാഹ് ക്ലാസ് കഴിഞ്ഞ് നേരെ മദീനയിലേക്ക് പോകുന്നുണ്ട് എന്നറിയിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉസ്താദിന്റെ യാത്ര സുരക്ഷിതവും അവന്റെ കാവലിലുമാക്കി കൊടുക്കുമാറാവട്ടെ. ആമീൻ. ഉസ്താദ് എത്തിയിട്ടുണ്ട്. ഉസ്താദ് നേരത്തെ ഹാഫിസ് നിസാമി എന്ന ഐഡിയിൽ നിന്ന് ചോദിച്ചത് ഉസ്താദ് കേട്ടിരുന്നോ? ചോദ്യം കേട്ടിരുന്നോ? ഉസ്താദ് DC ആയിട്ടാണോ ചോദ്യം വന്നത് അറിയില്ല. ഉസ്താദ് ചോദ്യം കേട്ടിട്ടില്ലെങ്കിൽ ഞാനൊന്ന് ആവർത്തിക്കാം. നോമ്പുകാരൻ ഇടയ്ക്കിടെ ചുണ്ട് നനക്കുന്നതിന്റെ വിധി എന്ത് എന്നായിരുന്നു അദ്ദേഹം ചോദിച്ചത്. അതുപോലെ ഹഖീഖത്തിന്റെ മസലയും ഒന്ന് വിശദീകരിക്കാൻ അദ്ദേഹം ആവശ്യപ്പെടുകയുണ്ടായി. ഓക്കെ, മൈക്ക് റിലീസ്. ഉസ്താദ് മൈക്കിലേക്ക് വന്നാലും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തോ ഒരു പ്രോബ്ലം വന്നതാണ്. പിന്നെ അബൂസിനു ചോദിച്ചപ്പോഴാണ് ആ ചോദ്യം കേൾക്കുന്നത്, മുമ്പ് കേട്ടിട്ടില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നോമ്പുകാരൻ ചുണ്ട് നനക്കുന്നതിന്റെ വിധി. ചുണ്ട് നനച്ചു എന്നുള്ളത് കൊണ്ട് നോമ്പ് മുറിയില്ല. പക്ഷെ ആ ചുണ്ടിൽ നിന്ന് നനച്ച ആ വെള്ളം ഉള്ളിലേക്ക് പിന്നെ നാവ് കൊണ്ടോ മറ്റോ എടുത്തിട്ട് ഇറക്കിയാൽ നോമ്പ് മുറിയുന്നതാണ്. ചുണ്ട് നനക്കുന്നത് കൊണ്ട് വിരോധമൊന്നുമില്ല. പിന്നെ അതുപോലെ ചുണ്ട് നനക്കുന്ന സമയത്ത് ചില ആളുകൾ നാവ് കൊണ്ട് ചുണ്ടിങ്ങനെ നനക്കും. അപ്പോ തുപ്പുനീര് നമ്മുടെ വായയിൽ നിന്ന്, അതിന്റെ പരിധിയിൽ നിന്ന് പുറത്തു വരാതെ ആ ഉള്ളിൽ നിന്ന്, ഉൽപാദന കേന്ദ്രം വായയുടെ ഉള്ളാണ് തുപ്പുനീരിന്റെ ഉൽപാദന കേന്ദ്രം. ആ കേന്ദ്രത്തിൽ നിന്ന് ഉള്ളിലേക്ക് തുപ്പുനീര് ഇറങ്ങുന്നത് കൊണ്ട് വിരോധമില്ല. അതേ സമയത്ത് ആ തുപ്പുനീര് പുറത്തു വന്നിട്ട് പിന്നെ രണ്ടാമത് ഉള്ളിലേക്ക് ഇറങ്ങിയാൽ, വായയുടെ ഉള്ളിൽ വന്ന് പിന്നെ നമ്മുടെ വയറ്റിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ നോമ്പ് മുറിയുന്നതാണ്. അപ്പൊ നാക്ക് കൊണ്ട് ചുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നനക്കും ചില ആളുകൾ. അത് ആദ്യം നാക്കിൽ നിന്നുള്ള തുപ്പുനീര് ചുണ്ടിൽ വന്ന് രണ്ടാമത് നനക്കുമ്പോൾ ആ ചുണ്ടിൽ നിന്നുള്ള തുപ്പുനീര് ഉള്ളിലേക്ക് തന്നെ പോയി കഴിഞ്ഞാൽ അത് നമ്മുടെ വായിലുള്ള തുപ്പുനീരും കൂടി കൂട്ടിക്കലർന്ന് നമ്മുടെ ഉള്ളിലേക്ക് ഇറക്കിയാൽ നോമ്പ് മുറിയുന്നതാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ
പിന്നെ അഖീഖത്തിന്റെ മസ്അല എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് കുഞ്ഞ് ജനിച്ച് അയാളുടെ ഭാര്യ പ്രസവിച്ച് പ്രസവം മുതൽക്ക് ഏകദേശം നിഫാസ് എന്ന് പറയുന്ന പ്രസവരക്തം അധികരിച്ചാൽ 60 ദിവസമാണ് ഉണ്ടാവുക. ആ 60 ദിവസം അധികരിച്ചാൽ ഉണ്ടാകുന്ന 60 ദിവസമാണ്. ഈ 60 ദിവസത്തിന്റെ ഉള്ളിലായിട്ട് ഈ രക്ഷിതാവിന് അറവ് നടത്താൻ കഴിവുണ്ട് എങ്കിൽ അയാളുടെ പേരിൽ ഈ കുട്ടിക്ക് വേണ്ടി അഖീഖത്ത് അറുക്കൽ സുന്നത്ത് എന്ന ബാധ്യത വരുന്നതാണ്. ഒന്നുകൂടി പറയുന്നു, പ്രസവം നടന്ന് നിഫാസാകുന്ന അധികരിച്ച നിഫാസാകുന്ന 60 ദിവസം അതിന് ഇടയിലായിട്ട് ഈ കുഞ്ഞിന്റെ രക്ഷിതാവിന് ഒരു ആടിനെയോ അല്ലെങ്കിൽ ഒരു മാടിനെയോ വാങ്ങി അറവ് നടത്താനുള്ള സാമ്പത്തിക ശേഷി ഈ സമയത്തുണ്ട് എങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം ഈ കുട്ടിയുടെ മേൽ അഖീഖത്ത് അറുക്കൽ സുന്നത്താണ്. ആ ബാധ്യത ഉണ്ടായി, സുന്നത്ത് എന്ന ബാധ്യത ഉണ്ടായി. ആ സുന്നത്ത് എന്ന ബാധ്യത ഉണ്ടായി എന്നുള്ളത് കൊണ്ട് ഉടനെ തന്നെ അറവ് നടത്തണം എന്നില്ല. അങ്ങനെ ആ ബാധ്യത അയാൾക്ക് കുട്ടിക്ക് പ്രായം തികയുന്നത് വരെ ഈ രക്ഷിതാവിന്റെ മേൽ സുന്നത്തായ ബാധ്യത നിലനിൽക്കും. അപ്പൊ 7-ാം ദിവസം വേണമെങ്കിൽ അറവ് നടത്താം, 14-ന് അറവ് നടത്താം, അതുപോലെ ഇനിയിപ്പോ 1, 2, 3 മാസം കഴിഞ്ഞിട്ട് നടത്താം, 7-ാമത്തെ വയസ്സിലാണ് നടത്താൻ. അപ്പൊ എപ്പോഴാണോ കഴിയുന്നത് അപ്പോൾ അറവ് നടത്താം. അങ്ങനെ കുട്ടിക്ക് പ്രായം തികയുന്നത് വരെ ഈ രക്ഷിതാവിന്റെ സുന്നത്ത് എന്ന ബാധ്യത വീട്ടാനുള്ള സമയമുണ്ട്. അപ്പൊ സമയം കുറേ ഉണ്ട്. അതിന്റെ ഉള്ളിലായിട്ട് അറവ് നടത്തിയാൽ, കഴിവുള്ള ആളുകളാണെങ്കിൽ ഏറ്റവും ഉളരിപ്പിക്കുകയാണ് സാബിഖൂൽ ഖൈറാത്ത് എന്ന് പറഞ്ഞതുപോലെ ആ ഖൈറായ കാര്യങ്ങളൊക്കെ ബാധ്യതകളൊക്കെ എത്രയും പെട്ടെന്ന് ചെയ്തു തീർക്കുകയാണ് നല്ലത്. അതേ സമയത്ത് സംഗതി കഴിവുണ്ടായിരുന്നു, അങ്ങനെ തൽക്കാലം ഇപ്പോൾ നടത്താൻ ഉള്ള ചില പ്രയാസങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ അത് പിന്നീട് നടത്താവുന്നതാണ്. അപ്പൊ അതിന്റെ പേരിൽ അഖീഖത്ത് എന്ന് പറഞ്ഞിട്ട് ഭാര്യ പ്രസവിക്കുമ്പോഴേക്ക് ഈ ഭർത്താവ് ബേജാറായിട്ട് ഓടുകയാണ്. കാശ് കയ്യിലില്ല, ഒരു മാടിനെ സ്വന്തമാക്കണം, ഒരാടെങ്കിലും വാങ്ങണം, അറവ് നടത്തണം, അതിനെന്ത് ചെയ്യും? എന്നിട്ട് പിന്നെ ഭാര്യയുടെ ആഭരണങ്ങളോ ഉമ്മയുടെ ആഭരണങ്ങളോ ഒക്കെ ബാങ്കിൽ കൊണ്ടുപോയി പലിശക്ക് പണയം വെച്ചിട്ട് അതെടുത്തിട്ട് പിന്നെ അതിന് മാടുകളെയോ ആടുകളെയൊക്കെ വാങ്ങിയിട്ട് അറവ് നടത്തുന്നത് അത് തികച്ചും ഹറാമാണ്. പലിശയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത്തരം ആചാരങ്ങളൊക്കെ കൃത്യസമയത്ത് തന്നെ നിർവഹിക്കണം എന്നുള്ള ഒരു വാശി അത് ശരിയല്ല. കാരണം ഈ സുന്നത്തിന്റെ സമയം കുട്ടിക്ക് പ്രായം തികയുന്നത് വരെ ഈ അറവ് നടത്താനുള്ള സമയം ഉണ്ട് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. ആ കാര്യം എന്റെ പ്രിയപ്പെട്ട സമൂഹം ശ്രദ്ധിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. പല വിഷയങ്ങളിലും പലരുമായി ബന്ധപ്പെടുമ്പോൾ ശ്രദ്ധയിൽപ്പെട്ടത് കൊണ്ടാണ് ഞാൻ അത് ഓർമ്മപ്പെടുത്തുന്നത്. ചിലപ്പോ ഈ ഭർത്താവിന്റെ ചെറുപ്പക്കാരന്റെ ഉമ്മ തന്നെ പറയും അറവ് നടത്തൽ നിർബന്ധമാണ്, അപ്പൊ അതുകൊണ്ട് നീ എന്ത് ചെയ്യുക, എന്റെ ആഭരണം ഉണ്ട് ഇവിടെ, അല്ലെങ്കിൽ ഭാര്യന്റെ ആഭരണം ഉണ്ടല്ലോ, അത് കൊണ്ടുപോയി ബാങ്കിൽ പണയം വെച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ഉപ്പമാരും ഉമ്മമാരും തന്നെ ഈ പലിശ സമ്പ്രദായവുമായിട്ട് മക്കളെ അടുപ്പിക്കുന്ന ഒരു പ്രവണത ഇത് കണ്ടുവരുന്നുണ്ട്. അത് പ്രത്യേകിച്ച് രക്ഷിതാക്കൾ ശ്രദ്ധിക്കണം. അപ്പൊ അതിന്റെ മസ്അല ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. ഭാര്യ പ്രസവിച്ച് അക്സറുൽ നിഫാസ് ആകുന്ന 60 ദിവസത്തിന്റെ ഉള്ളിലായിട്ട് ഇവന് സാമ്പത്തിക ശേഷി ഉണ്ട് എങ്കിലാണ് അത് സുന്നത്താവുന്നത്. ആ സമയത്ത് സാമ്പത്തിക ശേഷി ഇല്ല എങ്കിൽ ഒരിക്കലും അത് സുന്നത്ത് ഈ രക്ഷിതാവിന് വരുന്നില്ല. പിന്നെ സുന്നത്ത് രക്ഷിതാവിന്റെ ബാധ്യതയായിട്ട് വന്നാൽ തന്നെയും അത് ആ 60 ദിവസത്തിന്റെയോ അല്ലെങ്കിൽ 2 മാസത്തിന്റെയോ 3 മാസത്തിന്റെയോ ഉള്ളിൽ അറവ് നടത്തണമെന്നുള്ളതില്ല. കുട്ടിക്ക് പ്രായം തികയുന്നത് വരെ സുന്നത്തായ ബാധ്യത രക്ഷിതാവിന്റെ ചുമലിലാണ്. പ്രായം തികഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ കുട്ടിക്കാണ് ആ സുന്നത്തിന്റെ ബാധ്യത. കുട്ടിക്ക് സ്വന്തമായിട്ട് തന്റെ പേരിൽ അഖീഖത്ത് അറവ് നടത്താവുന്നതാണ്. അതുകൊണ്ട് തന്നെ വലിയ ആളുകളൊക്കെ ചെറുപ്പത്തിൽ രക്ഷിതാക്കൾക്ക് അങ്ങനെ അറവ് നടത്താനുള്ള സൗകര്യം കിട്ടാത്തതിന്റെ പേരിൽ അവർ നടത്തിയിട്ടില്ല എങ്കിൽ അവനവന്റെ പേരിലുള്ള അഖീഖത്ത് അറവ് എന്നുള്ള നിലയിൽ നടത്താവുന്നതാണ് എന്ന് ബഹുമാനപ്പെട്ട കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറഞ്ഞതെന്ന് മനസ്സിലാക്കാവുന്നതാണ്. ശബ്ദം കേൾക്കാലോ അല്ലെ ഉസ്താദ്? ഞാൻ ഇന്നലെ ചോദിച്ചതിന്റെ ഒരു ബാക്കിയാണ്. കാരണം ഈ വഹാബികള് പിന്നെ 2-3 മിനിറ്റ് മുമ്പ് ബാങ്ക് കൊടുക്കും. ആ സമയത്ത് നമ്മൾ സുബ്ഹാനല്ലാഹി വബിഹംദി എന്ന് ചൊല്ലുന്നവർ നമ്മളെ പള്ളിയിൽ നിന്ന് അത് അവരെ ബാങ്ക് കേട്ടിട്ട് ആ സുബ്ഹാനല്ലാഹി നിർത്തണോ
അതോ എന്താണ് ചെയ്യേണ്ടത്? അതാണ് എൻ്റെ ചോദ്യം. അസ്സലാമു അലൈക്കും. സമയം ആയി എന്ന് ഉറപ്പായ സമയത്ത് കൊടുക്കുന്ന ബാങ്കിനെ നമ്മൾ ബഹുമാനിക്കുകയും അതിന് ഉത്തരം ചെയ്യുകയും ചെയ്യേണ്ടതാണ്. സമയം കൊടുക്കുന്നത് അവരാണെങ്കിലും കൊടുക്കുന്ന ആളുകൾ ആരാണെങ്കിലും അള്ളാഹുവിന്റെ വചനങ്ങളും അള്ളാഹുവിന്റെ ദീനിന്റെ ഷിആറ് ചിഹ്നം എന്നുള്ള നിലയിൽ ആദരിക്കേണ്ടത് ആര് കൊടുക്കുന്ന ബാങ്കാണെങ്കിലും അതിനെ ആദരിക്കുകയും ആ സമയത്ത് മിണ്ടാതിരിക്കുകയും ചെയ്യണം എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട ശരീഅത്തുൽ ഇസ്ലാം പഠിപ്പിക്കുന്നത്. മാത്രമല്ല ബാങ്കിന്റെ ശബ്ദം കേട്ടാൽ പിശാചുക്കൾ ഓടുമെന്നും പിശാചു ദൂരെ ആകുമെന്നൊക്കെ പറഞ്ഞതിൽ നിന്ന് അത് ആരുടെ വായയിൽ നിന്ന് വരുന്നത് എന്നുള്ളതല്ല, അള്ളാഹുവിന്റെ ദീനിന്റെ ചിഹ്നം എന്നുള്ള ആദരവാണ് അവിടെ നമ്മൾ കൊടുക്കുന്നത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അതുപോലെ തന്നെ പള്ളികളാണെങ്കിലും മദ്രസകളാണെങ്കിലും സ്ഥാപനങ്ങളാണെങ്കിലും ഒക്കെ ദീനി വിജ്ഞാനങ്ങളും കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്ന അള്ളാഹുവിനെ ഇബാദത്ത് എടുക്കുന്ന പള്ളി അള്ളാഹുവിന്റെ മസ്ജിദ് എന്നുള്ള നിലയിൽ അതിന്റെ സ്ഥാപകർ ആരാണ് എന്ന് നോക്കാതെ ആ സ്ഥാപനത്തിനെ ബഹുമാനിക്കുന്നു ആദരിക്കുന്നു എന്നുള്ള നിലയിൽ അതിനെയൊക്കെ ആദരിക്കേണ്ടതാണ്. അസ്സലാമു കെട്ടിച്ചയച്ച മോളെ വീട്ടുകാർക്ക് സക്കാത്ത് കൊടുക്കാൻ പാടുണ്ടോ? അവർ ഫക്കീർ മിസ്കിൻ കൂട്ടത്തിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അത് അവർ അന്യ നാട്ടിലാണെങ്കിലും സക്കാത്ത് കൊടുക്കാൻ പറ്റുമോ? അസ്സലാമു അലൈക്കും. ഇയാളുടെ ശബ്ദം ചോദിച്ച ആളുടെ ശബ്ദം കേട്ടിട്ടില്ല. ഒന്നുകൂടി ശബ്ദം ഉയർത്തി ചോദിച്ചാൽ തരക്കേടില്ല. ആ ഉസ്താദ് അയാൾ ചോദിച്ചത് അതായത് മോളെ കെട്ടിച്ച വീട്ടുകാര് പിന്നെ ഫക്കീറന്മാരാണെങ്കിൽ അവര് മറ്റുള്ള മഹല്ലിലാണെങ്കിലും അവർക്ക് സക്കാത്ത് കൊടുക്കാൻ പറ്റുമോ എന്നാണ് അയാൾ ചോദിച്ചത്. ഫിത്ർ സക്കാത്തായാലും സമ്പത്തിന്റെ സക്കാത്തായാലും അതിന് ചില നിബന്ധനകൾ ഇസ്ലാമിക ശരീഅത്ത് വെച്ചിട്ടുണ്ട്. ഫിത്ർ സക്കാത്താണെങ്കിൽ നമ്മുടെ തടിയുടെ സക്കാത്ത് ആരുടെ തടിയുടെ സക്കാത്താണോ കൊടുക്കുന്നതെങ്കിൽ അയാള് സൂര്യാസ്തമന സമയത്ത് പെരുന്നാളിന്റെ ചന്ദ്രൻ ഉദിക്കുന്ന സമയത്ത് ഏത് സ്ഥലത്തായിരുന്നോ ഉണ്ടായിരുന്നത് ആ പ്രദേശത്താണ് അയാളുടെ ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത്. അത് ഫക്കീർ മിസ്കീന്മാരായ ആളുകൾ അവര് നാം ചെലവ് കൊടുക്കൽ നിർബന്ധമായ നമ്മുടെ ആശ്രിതര് അല്ലാത്ത ആളുകൾക്ക് കൊടുക്കാം. അതില് ഭാര്യ വീട്ടുകാർക്ക് കൊടുക്കാവുന്ന ഭാര്യ വീട്ടുകാരുടെ ചെലവ് ഭർത്താവല്ലല്ലോ വഹിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ അവർക്ക് കൊടുക്കുന്നതിന് വിരോധമില്ല. പക്ഷേ അവർ എവിടെയാവണം, ഇവർ ഏത് പ്രദേശത്തായിരുന്നോ ഈ പെരുന്നാളിന്റെ മാസം കാണുന്ന സമയത്ത് എങ്കിൽ ആ പ്രദേശത്താണ് അവരുടെ വീട് എങ്കിൽ അവിടെ അവർക്ക് കൊടുക്കാവുന്നതാണ്. ഇനി അതല്ല അവര് ഇവരുടെ പ്രദേശത്ത് ഇവിടെ വന്നിട്ട് വാങ്ങുകയാണെങ്കിൽ അവർക്ക് കൊടുക്കാവുന്നതാണ്. അവര് ഏത് സ്ഥലത്ത് താമസിക്കുന്നു എന്നല്ല, ഇവൻ കൈമാറ്റം ചെയ്യുന്ന സമയത്ത് എവിടെയാണ് എന്നുള്ളതാണ് സക്കാത്തിന്റെ വിഷയം. അതുകൊണ്ട് തന്നെ ഇവൻ താമസിക്കുന്ന പ്രദേശത്തേക്ക് അവർ വന്ന് അവിടെ നിന്ന് കൈമാറ്റം നടത്താവുന്നതാണ്. അതുപോലെ തന്നെ സമ്പത്തിന്റെ സക്കാത്തും ആ സമ്പത്ത് ഏത് പ്രദേശത്താണോ ആ പ്രദേശത്താണ് ശാഫിഈ മദ്ഹബിലെ പ്രബല അഭിപ്രായം അനുസരിച്ച് സമ്പത്തിന്റെ സക്കാത്ത് നൽകേണ്ടത്. ആ നൽകപ്പെടുന്ന ആളുകൾ ആ നാട്ടുകാർ തന്നെ ആവണമെന്നില്ല, പക്ഷെ കൈമാറ്റം ചെയ്യുന്നത് ആ പ്രദേശത്ത് വെച്ചാവണം എന്നേ ഉള്ളൂ. അപ്പൊ അവന്റെ ഭാര്യ വീട്ടുകാർ ഫക്കീർമാരാണെങ്കിൽ അവർ ഈ പ്രദേശത്ത് ഇവിടെ വന്നിട്ട് അത് വാങ്ങുകയാണെങ്കിൽ അവർക്ക് നൽകാവുന്നതാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഇന്ന് ഞാൻ മദീനയിലേക്ക് പോകാൻ വേണ്ടിയൊക്കെ ഒരുങ്ങി ആളുകളൊക്കെ തയ്യാറായിട്ടുണ്ട്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ബാക്കി വിഷയങ്ങളൊക്കെ നാളെ നമുക്ക് നേരത്തെ തന്നെ നാളെ എത്തില്ല നമ്മള്